നടൻ മനോജ് കെ ജിയുടെ രണ്ടാം ഭാര്യ ആശി മലയാളികൾക്കൊക്കെ അറിയാവുന്നതാണ്. ആൾ കുറച്ച് സുന്ദരിയായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ആരാധകരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ആശിയുടെ ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും കമന്റ് ബോക്സ് നോക്കിയാൽ ആരാധകരുടെ ആരാധന എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. ലണ്ടനിലാണ് നടൻ മനോജ് കെ ജിയും ഭാര്യ ആശിയും കുടുംബസമേതം താമസിക്കുന്നത്. എന്നാൽ പക്ഷെ ആശയ്ക്ക് അവിടെ ജോലി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, ഇനി അഥവാ ജോലി ഉണ്ടെങ്കിൽ തന്നെ ലണ്ടനിൽ ആശ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നൊന്നും ആരാധകർക്ക് അത്ര പിടിയുള്ള കാര്യമല്ല. ആശയുടെ ജോലി എന്താണെന്ന് പലപ്പോഴും ആരാധകരുടെ ചോദ്യം വരാറുമുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുകെയിലെ ഒരു കമ്പനി ഡയറക്ടറാണ് ആശ. 2021 ഓഗസ്റ്റ് 18-നാണ് ഡയറക്ടറായി ഈ ഒരു സ്ഥാപനത്തിൽ ആശ ചുമതലയേൽക്കുന്നത്. മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വൈസർ എന്നാണ് ആശ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ തന്റെ പ്രൊഫഷനെ കുറിച്ച് കുറിച്ചിരിക്കുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് രൂപയാണ് ആശയുടെ മാസ വരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2000-ലാണ് മനോജ് കെ ജിയും നടി ഉർവശിയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. എന്നാൽ പക്ഷേ ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നിരുന്നില്ല. മകൾ തേജാലക്ഷ്മി ജനിച്ചതിനു ശേഷം 2000-ൽ ഇരുവരും വിവാഹബന്ധം വേർപിരിക്കുകയായിരുന്നു. പിന്നീടാണ് നടൻ ആശയെ കല്യാണം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ ഒരു മകനാണ് ഇരുവർക്കുമുള്ളത്. 2008-ൽ ഉർവശിയുമായി നിയമപരമായി പിരിഞ്ഞ മനോജ് കെ ജയൻ 2011-ൽ ആശയെ വിവാഹം കഴിക്കുന്നു. ഇരുവർക്കും ഒരു മകനും പിറന്നു. ആശയ്ക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് മനോജ് കെ ജയൻ ഇപ്പോൾ. താരങ്ങളെല്ലാമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന മനോജ് കെ ജയൻ നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ്. കുടുംബത്തിനാണ് പ്രഥമ പരിഗണന താൻ നൽകുന്നതെന്ന് എപ്പോഴും നടൻ പറയാറുമുണ്ട്. ലണ്ടനിൽ സെറ്റിൽഡ് ആയിരുന്നു ആശ. മകൻ ലണ്ടനിലാണ് പഠിക്കുന്നത്. നാട്ടിൽ ഷൂട്ടിങ്ങിന് വരുന്ന നടൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരികെ ഭാര്യയ്ക്കും മകന്റെയും അടുത്തേക്ക് ലണ്ടനിലേക്ക് പോകും. യുകെയിലെ ഗ്രാമർ സ്കൂളിൽ മകന് അഡ്മിഷൻ ലഭിച്ച കാര്യം മനോജ് കെ ജയൻ ഈയടുത്ത് ആരാധകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആശ തന്റെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് മനോജ് കെ ജയൻ അഭിമുഖങ്ങളിലൂടെ പലപ്പോഴും വാചാലനാകാറുണ്ട്. കുടുംബജീവിതം എങ്ങനെയാകണമെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുമെല്ലാം പഠിപ്പിച്ചത് ആശയാണെന്നാണ് നടൻ പറഞ്ഞിട്ടുള്ളത്. സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശയുടെ കടന്നുവരവിന് ശേഷമാണെന്നും മനോജ് കെ ജയൻ എന്ന് വ്യക്തമാക്കി. ഭാര്യ ആശയുമായിട്ടുള്ള സൗഹൃദം, പ്രണയം ഒക്കെ തന്നെയും മനോജ് കെ ജയൻ പലവട്ടം പലയിടങ്ങളിലും സംസാരിച്ചിട്ടുമുണ്ട്. ആശ വന്നതിനു ശേഷം തന്റെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പലവട്ടം വാചാലനായിട്ടുള്ളത്. കുടുംബജീവിതം എങ്ങനെയാകണമെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഒരു ഭാര്യ എങ്ങനെയാകണമെന്നും ഒക്കെ തന്നെ പഠിപ്പിച്ചു തന്നത് ആശയാണ്. സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശ തന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. ദാമ്പത്യത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം തനിക്ക് ഈ ഒരു ജീവിതത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ആശയുമായുള്ള കുടുംബജീവിതത്തിൽ താൻ സംതൃപ്തനാണെന്ന് മനോജ് കെ ജയൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പക്ഷേ മനോജ് കെ ജയന്റെ ആശ ഒരു കുടുംബിന് മാത്രമല്ല, ലണ്ടനിൽ സെറ്റിൽഡ് ആയിരിക്കുന്ന സമ്പന്നയായ യുവതി കൂടിയാണ് കക്ഷി. 2 മക്കൾക്കൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കുകയാണ് ആശ. ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞാൽ ലണ്ടനിലേക്ക് മനോജ് കെ ജയൻ പറക്കും. ലണ്ടനിൽ വലിയൊരു സ്കൂളിലാണ് ഇവരുടെ മകൻ അമൃത പഠിക്കുന്നത്. സ്വന്തം പ്രയത്നം വഴിയാണ് അമൃത സ്കൂളിലേക്കുള്ള പ്രവേശനം നേടിയെടുത്തതെന്നാണ് മനോജ് കെ ജയൻ മുൻപൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നത്. തന്റെ മകൻ ഗ്രാമർ സ്കൂളിൽ പ്രവേശനം നേടിയെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ സന്തോഷം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആശയുടെ ഉയർന്ന ഉദ്യോഗത്തെക്കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ നടൻ മനോജ് കെ ജയന്റെ പിതാവാണ് അന്തരിച്ച സംഗീതജ്ഞൻ കെ ജി ജയൻ. ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏവരെയും വിഷമിപ്പിച്ചത് മനോജ് കെ ജയന്റെ ഭാര്യ ആശയുടെ കരച്ചിൽ തന്നെയായിരുന്നു. എനിക്കിനി അച്ഛനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആശയാണ് ആ വീഡിയോയിൽ കണ്ടത്. മക്കൾക്കൊപ്പം ലണ്ടനിലായിരുന്നു ആശയെന്ന മരണവാർത്ത അറിഞ്ഞു ഉടനെ കേരളത്തിലേക്ക് തിരിച്ചെത്തി. ഭർത്തൃപിതാവ് എന്നതിനപ്പുറം സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു കെ ജി ജയൻ ആശയ്ക്ക്. ഇതേ ഒരു ആത്മബന്ധം മനോജ് കെ ജയന്റെ ആദ്യ ഭാര്യ ഉർവശിക്കും കെ ജി ജയനോട് ഉണ്ടായിരുന്നുവെന്നും മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ ഏറെ വേദനിച്ചത് കെ ജി ജയനാണ് എന്ന തരത്തിലും ചില വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അതേസമയം ആശ പൊട്ടിക്കരയുന്ന ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ നിരവധി ആളുകൾ ആശയെ പരിഹസിച്ചുകൊണ്ടാണ് കമന്റുകൾ കുറിച്ചത്. പലരും ആശയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു മരുമകൾക്ക് മരിച്ചയാളോട് ഇത്രമാത്രം ഇഷ്ടം തോന്നാൻ കഴിയുമോ എന്ന വസ്തുതയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിൽ തന്നെയായിരുന്നു ഈ വിഭാഗം ആശയെ സോഷ്യൽ മീഡിയയിൽ കൂടി കളിയാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ ഭാര്യയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മനോജ് കെ ജയനും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നു. ഒരു കുറിപ്പാണ് തന്റെ ഭാര്യയെക്കുറിച്ചും തന്റെ ഭാര്യയ്ക്ക് തന്റെ അച്ഛനോടുള്ള സ്നേഹത്തെക്കുറിച്ചും നടൻ പങ്കുവച്ചത്. ആളുകൾ തന്റെ ഭാര്യയെ ഇങ്ങനെ പരിഹസിക്കുന്നത് വേദനാജനകമാണെന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത്. 15-ാമത്തെ വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ആശയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തം അച്ഛൻ വെറുമൊരു അമ്മായി അച്ഛനായിരുന്നില്ല എന്നും പ്രതി സഹോദരനായിരുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. വർഷങ്ങളായി തന്റെ ഭാര്യ തന്റെ പിതാവിനെ എങ്ങനെ പരിപാലിച്ചുവെന്നും തന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ കുറവുകളും അവൾ എങ്ങനെ നികത്തുന്നുവെന്നും മനോജ് കെ ജയൻ സംസാരിച്ചു. ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാക്കാതെ എന്തിനേയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നടൻ പറഞ്ഞത്. എന്റെ കുടുംബത്തിൽ അവൾ മരുമകളല്ല, ഒരു മകളുടെ പിതാവിനോടുള്ള അഗാധമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹസിക്കുന്നു എന്നത് സങ്കടകരമാണ്. എന്നാൽ അത് സ്വാഭാവികമായും ആഴത്തിലുള്ളതുമായ ബന്ധമാണ്. അവളുടെ നഷ്ടം അവൾക്ക് മാത്രമേ അറിയൂ എന്നും നടനെന്ന് കൂട്ടിച്ചേർത്തു.
പങ്കുവച്ചിരുന്നു. മാത്രമല്ല 13 വർഷത്തിനിടെ ഭാര്യ തന്റെ പിതാവിനൊപ്പം എടുത്ത ചിത്രങ്ങളും മനോജ് കെ ജയൻ എന്ന് പങ്കുവച്ചിരുന്നു. ആ ചിത്രങ്ങൾ അച്ഛൻ മകൾ ബന്ധത്തിന്റെ ആഴവും ഊഷ്മളതയും പ്രതിധ്വനിക്കുന്നത് തന്നെയായിരുന്നു. അതേസമയം തന്നെ മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് മനോജ് കെ ജയൻ. സിനിമയിൽ തനിക്ക് ലഭിച്ച വേഷങ്ങളെല്ലാം തന്നെ മികവുറ്റതാക്കി മാറ്റുവാൻ മനോജ് കെ ജയന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾക്ക് മനോജ് കെ ജയനോട് പ്രത്യേക മമത തോന്നുവാനുള്ള കാരണവും നടന്റെ ഈ ഒരു അഭിനയ ശേഷി തന്നെയാണ്. സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ, അനന്തഭദ്രത്തിലെ ദിഗംബരൻ, സലാവത്തിലെ ദിവാകരൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഉണ്ടാകും. കരിയറിൽ ഉയർച്ച താഴ്ചകൾ വന്നതുപോലെ തന്നെ മനോജ് കെ ജയന്റെ ജീവിതത്തിലും പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടി ഉർവശിയുമായിട്ടുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവും എല്ലാം എന്നും വാർത്തകൾ തന്നെയായിരുന്നു. നടി ഉർവശിയുമായിട്ടുള്ള ആദ്യ വിവാഹബന്ധം പ്രശ്നകലുഷിതമായാണ് അവസാനിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടീനടന്മാരാണ് ഉർവശിയും മനോജ് കെ ജയനും. സിനിമാ പ്രവർത്തനത്തിനിടെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്ത ഇരുവരും വിവാഹം കഴിച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടെന്നതാണ് ഇവർ ഒന്നിച്ച ആ ചിത്രം. ചിത്രത്തിൽ നായകനായത് മനോജ് കെ ജയനായിരുന്നു. ഉർവശിയായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത്. മാത്രമല്ല ചിത്രം നിർമ്മിച്ചതും ഉർവശി തന്നെ. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മനോജ് കെ ജയനും ഉർവശിയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത്. നടി ഉർവശിയുമായി വിവാഹമോചിതനായ മനോജ് കെ ജയൻ വിവാഹമോചന സമയത്ത് മകൾ കുഞ്ഞാറ്റിയെ താൽക്കാലികമായി നൽകിയിരുന്നു. പിന്നീട് മകൾ തേജാലക്ഷ്മിയുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ഏറെ നാൾ തർക്കം തുടർന്നു. ഏറെ വിഷമിപ്പിച്ച കാലഘട്ടം തന്നെയായിരുന്നു അതെന്ന് മനോജ് കെ ജയൻ തുറന്നു പറയാറുണ്ട്. മനോജ് കെ ജയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാൻ താൻ തയ്യാറല്ല എന്ന് പിരിഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഉർവശി പറയുകയുണ്ടായി. ഇന്ന് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് അയാൾ. അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഉർവശി പറഞ്ഞത്. എന്നാൽ പക്ഷേ ഉർവശിയും മനോജ് കെ ജയനും വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ അച്ഛനൊപ്പമായിരുന്നു കുഞ്ഞാറ്റി എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി. എങ്കിൽ പോലും അമ്മയുമായും അമ്മയുടെ കുടുംബവുമായും അടുത്ത ബന്ധം കുഞ്ഞാറ്റ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. വിദേശത്തെ പഠനം പൂർത്തിയാക്കിയെത്തിയ കുഞ്ഞാറ്റ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയുടെയും സഹോദരന്റെയും അടുത്തേക്ക് പോകാറുണ്ട്. ഉർവശിക്കൊപ്പമുള്ള കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ ഉർവശിയും പങ്കുവെക്കാറുണ്ട്. അതേസമയം കുഞ്ഞാറ്റ അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെയും ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും നിരവധി ആരാധകരുള്ള താരം തന്നെയാണ് നടൻ മനോജ് കെ ജയന്റെയും നടി ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മി പഠനത്തിന് ശേഷം തന്നെ സിനിമ അരങ്ങേറ്റത്തിനായുള്ള തിരിച്ചുവരവിലാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട്. നേരത്തെ കുഞ്ഞാറ്റയും കൽപ്പനയുടെ മകൾ ശ്രീമയും ചേർന്ന് ചെയ്ത വീഡിയോകളൊക്കെ വൈറലായിരുന്നു. മുൻപൊരിക്കൽ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശത്തെക്കുറിച്ച് മനോജ് കെ ജയനും പറഞ്ഞിട്ടുണ്ട്. അവളുടെ അച്ഛനും അമ്മയും കലാകാരന്മാരല്ലേ. അവളുടെ അമ്മ ഒരുപാട് കഴിവുകളുള്ള വലിയൊരു നടിയാണ്. അതുകൊണ്ട് അവൾക്ക് അഭിനയിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോ പറയില്ല എന്നായിരുന്നു മനോജ് കെ ജയന്റെ വാക്കുകൾ. അതേസമയം അമ്മയ്ക്കും അച്ഛനും ഒപ്പം തേജാലക്ഷ്മി ഇപ്പോൾ സമയം കണ്ടെത്തുന്നുണ്ട്. അഭിനയ മികവ് കൊണ്ട് ഏവരെയും ഞെട്ടിച്ച താരമാണ് ഉർവശി. മലയാള സിനിമാ മേഖലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാഹം തന്നെയായിരുന്നു മനോജ് കെ ജയന്റെയും ഉർവശിയുടേതും. ഇവരുടെ പ്രണയം പോലെ തന്നെ ഇരുവരുടെ വേർപിരിയലും ചർച്ചയായി മാറി. പ്രേക്ഷകരെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു. എന്നാൽ പക്ഷേ താരദമ്പതികളായ മനോജ് കെ ജയന്റേതും ഉർവശിയുടേതും സിനിമയിൽ നിന്നുമുള്ള അടുപ്പത്തിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് പോലും. മനോജ് കെ ജയനെ പോലെ ഉർവശിയും എന്ന മറ്റൊരു കുടുംബജീവിതം നയിക്കുന്നു. ശിവപ്രസാദ് എന്നാണ് ഉർവശിയുടെ ഭർത്താവിന്റെ പേര്. ഇഷാൻ പ്രജാപതി എന്നാണ് ഇവരുടെ മകന്റെ പേര്. മകൻ ജനിച്ചപ്പോൾ ആദ്യം കാണാൻ വന്നത് തന്റെ മകൾ തേജാലക്ഷ്മിയാണെന്ന് ഉർവശി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനോജ് കെ ജയന് മുൻ ഭാര്യ ഉർവശിയുമായി യാതൊരുവിധ ശത്രുതയും ഇല്ല എന്ന് ഇദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് ഒരിക്കൽ മനോജ് കെ ജയൻ പറഞ്ഞതും വൈറലായി മാറി. രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഉർവശിയും സംസാരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളുണ്ടാകും. അത് മറികടക്കുവാനുള്ള ആത്മവിശ്വാസം മാത്രമാണ് ഉണ്ടാകേണ്ടത്. നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ അത്രത്തോളം ആയിട്ടില്ലല്ലോ എന്നോർത്ത് ആശ്വാസം തോന്നും. എന്നാൽ തീർച്ചയായും മായ്ക്കുവാൻ പറ്റാത്ത ചിലതുണ്ട്. അതാണ് ജനനവും മരണവും വിവാഹവും എന്നാണ് ഉർവശി പറഞ്ഞത്. അതുപോലെ തന്നെ ഉർവശിയുടെ രണ്ടാം വിവാഹം അധികമാരെയും അറിയിക്കാതെയാണ് നടത്തിയത്. 2013 നവംബറിലാണ് ശിവപ്രസാദുമായുള്ള ഉർവശിയുടെ വിവാഹം നടക്കുന്നത്. ഒരു സ്വകാര്യത വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിവാഹകാര്യം അധികമാരെയും അറിയിക്കാതിരുന്നതെന്നാണ് ഉർവശി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഇഷ്ടമായിരുന്നില്ല എന്നും നടി പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ഏരൂറാണ് ശിവപ്രസാദിന്റെ വീട്. കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും സിനിമ വലിയ ഇഷ്ടമാണ്. സിനിമകൾ കാണാറുമുണ്ട് അവർ. തന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തന്നെക്കാളും കൂടുതൽ നോക്കി ചെയ്യുന്നത് തന്റെ ഭർത്താവാണെന്നാണ് ഭർത്താവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ കാലമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശിവപ്രസാദ് എന്നും നടി ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. രണ്ടാം വിവാഹം വൈകുവാൻ കാരണം ഇതൊക്കെ നിയോഗങ്ങളാണെന്നായിരുന്നു അന്ന് ഉർവശിയുടെ മറുപടി. താൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു. അത് ഇത്രയും കാലം എടുക്കണമെന്നുള്ളത് ഈശ്വര നിയോഗമായിരുന്നു. എല്ലാം ദൈവത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം ഇത്രകാലം വിവാഹം ചെയ്യാതിരുന്നതും ഇത്രയും കാലങ്ങൾക്ക് ശേഷം തങ്ങൾ വിവാഹം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെയുള്ളത് ദൈവത്തിന്റെ നിയോഗം മാത്രമാണെന്നാണ് ഉർവശി എന്ന് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.